പഴയങ്ങാടി താവമേൽപ്പാലത്തിലെ കുഴികൾ അടച്ചത് പാലത്തിന്റെ ഘടനയുടെ പ്രധാന ഭാഗമായ കമ്പികൾ മുറിച്ചു മാറ്റി. ഇത് പാലം അപകടത്തിലാവാൻ ഇടയാക്കുമെന്നാണ് ആക്ഷേപം. അശാസ്ത്രീയമായ അറ്റകുറ്റപ്രവൃത്തിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ അപകട കുഴികളിൽ നിന്നും ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാഴ്ച. എന്നാൽ ഇന്ന് ഈ ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള വിചിത്രമായ അറ്റകുറ്റപ്രവൃത്തിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ആദ്യം ആ കാഴ്ച ഒന്ന് കാണാം. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് പാലത്തിന്റെ ഘടനയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റി കുഴികൾ അടച്ചിരിക്കുന്നത്. നടപടിക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. പാലത്തിന്റെ സ്ഥിരതയ്ക്കും ദീർഘകാല സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമായ ഈ കമ്പികൾ മുറിച്ചു മാറ്റിയത് പാലത്തിന് ബലക്ഷയം സൃഷ്ടിക്കാനിടയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി മേൽപ്പാലത്തിലെ കുഴികളിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിന്ന ഇരുമ്പ് കമ്പികൾ നിരവധി അപകടങ്ങൾക്ക് കാരണമായിരുന്നു. കുഴിയിൽ വീണ് കമ്പികൾ തുളച്ചു കയറി കാറിന്റെ ടയറുകൾ പഞ്ചറാവുകയും യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. എന്നാൽ പാലം അപകടത്തിലാവും വിധം കമ്പികൾ മുറിച്ചു മാറ്റിയത് വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി അടിയന്തരമായി കുഴികൾ അടച്ചുവെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ പാലം ഇനി എത്രത്തോളം സുരക്ഷിതമാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ചെയ്യുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്തായാലും കാണും. ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ മുന്നേ പൊന്തി നിന്ന കമ്പികള് കട്ട് ചെയ്തിട്ട് ഇപ്പൊ അത് നിറച്ചിട്ടാണുള്ളത്. അതിലിപ്പോ ഒരുപാട് കുഴികൾ ഇനിയും ഉണ്ടത്ര നടക്കാൻ വേണ്ടി ഇവരൊന്നും ചെയ്തില്ല. അപ്പുറം 3-5 കുഴി. അപ്പൊ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിപ്പോ ഒരു ചാക്ക് മെറ്റൽ കൊണ്ടായിട്ട് ഇതിലിട്ട് നിറച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കുറെ സ്ഥലത്ത് ഇതിപ്പോ ആദ്യം പൊട്ടിയിട്ട് തന്നെ ഉള്ളൂ. ഇവർ നിറച്ച പാച്ച് വർക്ക് ചെയ്തതാണ്. അപ്പൊ ഇത് ഇങ്ങനെയല്ല വേണ്ടത്. പാലത്തിന്റെ കമ്പി കട്ട് ചെയ്തിട്ട് ഇത് മുറിച്ചു മാറ്റിയിട്ട് പാച്ച് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, കാണുന്നത്. അപ്പൊ ഇതിന് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ വേണം. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഈ പഴയങ്ങാടി സ്റ്റാൻഡിൽ ഓടുന്ന ഞാനാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ കുഴിയിൽ എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ വീണിട്ടുണ്ട്. അപ്പം ആംബുലൻസ് ഡ്രൈവർമാർക്ക് അറിയുന്നില്ല ഇവിടെ ഇങ്ങനെയുള്ള ഒരു അപകടം നിറഞ്ഞ ഒരു റോഡാണെന്നുള്ളത്. അപ്പൊ അവര് ഒരു ജീവനം കൊണ്ട് വരുമ്പം നിരവധി ജീവനാണ് ചില സമയത്ത് ജീവൻ പോകുന്നത്. പാലത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. പാലത്തിന്റെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം പാലത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള സമഗ്ര പരിശോധനയും അടിയന്തരമാണെന്ന ആവശ്യമാണ് നിലവിൽ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. പാലത്തിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള താൽക്കാലിക അറ്റകുറ്റപ്രവൃത്തി അശാസ്ത്രീയമാണെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. പാലത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഒപ്പം ഇതിന് ശാശ്വതമായൊരു പരിഹാരം കൂടി വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നികേഷ് താപത്തിനോടൊപ്പം ഷാരിമരാജ്, കണ്ണൂർ വിഷൻ.